അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു എന്നത് സാധിക്കുക ഉദയാന്തർഭാഗത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ആശിഖീങ്ങൾ കാണാം. വിദേശ രാജ്യങ്ങളിൽ ഒരു സ്ഥലത്ത് ബന്ധനാക്കപ്പെട്ടപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ തെളിവുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ നേർച്ച ചെയ്ത് ആ ജയിലറയിൽ നിന്ന് ഇറങ്ങിയ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് വന്നത് വലിയ വലിയ മഹാന്മാരായ രാഷ്ട്ര നേതാക്കൾ സ്വീകരണം കൊടുത്തതിന് ശേഷമാണ്. അത് നമ്മുടെ ഈ രാജ്യത്തല്ല, രാജ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് സമുദ്രത്തിൽ ഒരു വലിയ ജനസാഗരത്തിലുള്ള ഒരു കപ്പൽ, ആ കപ്പൽ സാധുക്കളുടെ കപ്പലാണ്. സാധുക്കളായ ആളുകളുടെ കപ്പലായതുകൊണ്ട് തന്നെ ആ കപ്പലിന് കേടുവരരുത് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ പോകുന്ന ഖദർ അലൈഹി ഇസ്ലാമിന് നിർബന്ധമാണ്. സ്വതന്ത്രമായി കടലിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളെല്ലാം പിടിച്ചെടുക്കുന്ന ചില മലിക് എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവരുണ്ട്. ആരുടെ ബറക്കത്ത് കൊണ്ട് കേടില്ലാതെ തന്നെ ഇത് ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ കപ്പൽ ഒരു കക്ഷിക്കും പിടിച്ചെടുക്കാനും കഴിയില്ല. കാരണം അതിന് സംരക്ഷണം നൽകുന്നവർ അല്ലാഹുവിന്റെ ജനൂദാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അസീസൻ ഹകീമ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമ. കൊടിയേന്തി വെയിലും മഴയും ഒരുപോലെ അതാ റോട്ടിന്റെ മേലെ നിന്ന് അനുഭവിച്ച് പ്രവർത്തിച്ച പ്രവർത്തകരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബി ലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തുൽ ഖർദൽ. ഇത് പേരോടുണ്ടാക്കിയ ഹദീസല്ല, ഖലീൽ തങ്ങൾ ഉണ്ടാക്കിയ ഹദീസല്ല, കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ ഹദീസല്ല. ഈ മഹാന്മാരായ നമ്മുടെ നേതാക്കളായ പണ്ഡിതന്മാർ താജുൽ ഉലമ അടക്കം അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ പണ്ഡിതന്മാരൊക്കെ ജനിക്കുന്നതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എഴുതി വെച്ച ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. ഇസ്ലാമിന്റെ നിയമങ്ങളും കർമ്മങ്ങളും വിശ്വാസങ്ങളും മാറ്റം വരുത്തുന്ന ഈ പുത്തൻവാദികൾക്കെതിരെ സമരം ചെയ്യുന്നവരാരോ അവരെ കൈകൊണ്ട് സമരം വേണം. നിങ്ങൾ ഈ കൊടികൾ ഉയർത്തിപ്പിടിച്ചത് കൈകൊണ്ടുള്ള സമരമാണ്. നിങ്ങൾ ബുള്ളറ്റിൻ എഴുതിയത് കൈകൊണ്ടുള്ള സമരമാണ്. നിങ്ങൾ റിസാല കയ്യിലേന്തിയത് കൈകൊണ്ടുള്ള സമരമാണ്. സുന്നി വോയിസ് പ്രചരിപ്പിച്ചത് കൈകൊണ്ടുള്ള സമരമാണ്. അതിൽ നിങ്ങളെ തൂലികകൾ ചലിച്ചതും പുസ്തകങ്ങൾ എഴുതിയതും അതുപോലെ ധനാഢ്യന്മാർ അവരെ സമ്പത്തിൽ നിന്ന് കൊടുത്തതും അതുപോലെ നിങ്ങൾ മുഷ്ടി ചുരുട്ടി അതാ ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് കൈയുയർത്തിയതുമെല്ലാം കൈകൊണ്ടുള്ള സമരമാണ്. അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്തവൻ ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. ഈ കക്ഷികൾക്കെതിരെ നാവനക്കി ശബ്ദിച്ച് പ്രസംഗിച്ചവരും ഖണ്ഡന പ്രസംഗം നടത്തിയവരും സംവാദം നടത്തിയവരും മുഖാമുഖം നടത്തിയവരും അവരെല്ലാം ചെയ്ത സേവനങ്ങൾ, ആ സേവനങ്ങളെ കുറിച്ച് നബി തങ്ങൾ സൂചിപ്പിക്കുന്നു. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. നാവ് കൊണ്ടവരോട് സമരം ചെയ്തവൻ ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. എഴുതാൻ അറിയില്ല, കഴിയില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, അറിവില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവരെ വെറുത്തു, മനസ്സുകൊണ്ട് അവരെ മാറ്റി നിർത്തി. അങ്ങനെ മനസ്സുകൊണ്ട് സമരം ചെയ്തവനും ഒരു മുഅ്മിനാണ്. ഈ മൂന്ന് രംഗത്തുമുള്ള സമരരംഗത്തില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൈസ വറാഅ
മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. ഇതിന്റെ പിന്നിൽ ഈ മൂന്ന് രംഗത്തുമില്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരേത് പേര് പറഞ്ഞാലും ശരി, വലൈസ ബറാദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ, ഒരു കടുമണി തൂക്കം ഈമാൻ ഈ മൂന്ന് നിലക്കുള്ള സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഒരു കടുമണി തൂക്കം ഈമാനില്ലെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ചാബല്യങ്ങളിൽ നിന്ന് ശരീരത്തെ മോചിപ്പിക്കുന്ന സമരം, അതുപോലെ ജനങ്ങളെ പിഴപ്പിക്കുന്ന എന്ന് ഖുർആൻ പറഞ്ഞ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ഉമ്മത്തിന്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്ന പുത്തനാശയക്കാർക്കെതിരെ, തിന്മക്കെതിരെയുള്ള സമരം. ആ സമരരംഗത്ത് 40 വർഷം ഒരിക്കലും ഒരു തീയിലും ചൂളിപ്പോകാതെ, ഒരു വെയിലിലും ആളിപ്പോകാതെ, നമുക്കെല്ലാവർക്കും അറിയാം, 100 പ്രശ്നങ്ങൾ വന്നപ്പോൾ നെഞ്ഞൂക്കോടെ നെഞ്ഞി വിരിച്ച് സമരം ചെയ്തവരാണ് SSFന്റെ പ്രവർത്തകന്മാർ. ഇവിടെ ഈ കേരളത്തിൽ സുന്നികൾ തന്നെയായിരുന്നു. പക്ഷേ ആ സുന്നികളെ വഞ്ചിച്ചു. സുന്നികൾ തന്നെ 99% സുന്നികൾ എന്ന് പറയാം. അക്കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാരുകൾ ഇവിടെ ശമ്പളം കൊടുത്ത് പഠിപ്പിച്ച പുസ്തകങ്ങളിൽ മുജാഹിദാശയം പൂർണ്ണമായി ഇവിടെ സർക്കാരിന്റെ ചെലവിൽ പഠിപ്പിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിനെതിരെ നെഞ്ഞി വിരിച്ച് സമരരംഗത്ത് SSF വന്നു. അൽഹംദുലില്ലാഹ്, ആ സമരരംഗത്ത് SSF വിജയിച്ചു. ആ പുസ്തകങ്ങളിലുള്ള മുഴുവൻ പുത്തനാശയങ്ങളും പിഴുതുമാറ്റാൻ SSFനെ കൊണ്ട് സാധിച്ചു. ഇത് നമ്മുടെ ചരിത്രമാണ്. അതിന് നമുക്ക് SYS പിന്തുണ നൽകി. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്തുണ നൽകി. അൽഹംദുലില്ലാഹ്, നമ്മുടെ സമരം നമ്മൾ വിജയിപ്പിച്ചു. അങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ചെയ്ത സമരം, അൻപരാഗിനെതിരെ എത്രയാണ് നമ്മൾ പ്രസംഗിച്ചത്, എത്രയാണ് പ്രവർത്തിച്ചത്. പിന്നീട് സർക്കാർ തന്നെ അതിൽ ഇടപെട്ടു. അതിവിടെ പാടില്ല എന്ന് പറഞ്ഞു. SSFന്റെ സമരരംഗത്ത് നമ്മൾ വിജയിച്ചു. എവിടെയും നമ്മൾ രക്തം ചിന്തിയിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു SSFന്റെ പ്രവർത്തകനായ അബ്ദുൽ ഖാദിറിനെ. അദ്ദേഹത്തിന്റെ തലയിൽ ആണിയടിച്ചേറ്റി കൊന്നവരുണ്ട്. പക്ഷേ അവരാരാണെന്ന് തെരഞ്ഞു നോക്കി പകരം കൊല്ലാൻ നമ്മൾ ഇറങ്ങിയിട്ടില്ല. കാരണം ഒരിക്കലും നമ്മൾ നിയമം കയ്യിലെടുക്കുകയില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത് അങ്ങനെയാണ്. വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. അത് കോടതിയും നിയമപാലകരും ചെയ്യേണ്ടതാണ്. അതിന് നമുക്ക് കേസ് പറയാം, അപരാധി പറയാം. നമ്മൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാനില്ല. നിയമം കയ്യിലെടുക്കുന്നതാണ് വാസ്തവത്തിൽ തീവ്രവാദം. ആ തീവ്രവാദത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ സംഘടനകളാണ്. SYS ആണ്, SSF ആണ്, നമ്മുടെ പണ്ഡിത സഭയാണ്. അതുകൊണ്ട് തന്നെ അതേ രംഗത്ത് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ആശയരംഗത്തും ആത്മീയ രംഗത്തും നമ്മുടെ സമരവുമായി നമ്മൾ മുന്നേറണമെന്ന് എന്റെ കൂട്ടുകാരോട് ഉണർത്തി. അതിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ജാതി മതഭേദമന്യേ, അതിന്റെ പുറമെ ഈ രാജ്യം ഭരിക്കുന്നവർ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങളുടെ സ്വഭാവം നിസ്കാരത്തിനു വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ വലത്തോട്ട് നോക്കി ഹയ്യ അലൽ സ്വലാഹ് എന്ന് 2 പ്രാവശ്യം പറയും. ഇടത്തോട്ട് നോക്കി ഹയ്യ അലൽ ഫലാഹ് 2 പ്രാവശ്യം പറയും. ഇടത്തും വലത്തും ഞങ്ങൾക്ക് തുല്യമാണെന്ന സാരം. ആ രൂപത്തിൽ നമ്മുടെ ആദർശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നമ്മൾ ആ സമയത്തെല്ലാം വലത്തോട്ട് നോക്കി ഹയ്യ അലൽ സ്വലാഹ് പറയുമ്പോഴും ഇടത്തോട്ട് നോക്കി ഹയ്യ അലൽ ഫലാഹ് പറയുമ്പോഴും ബാങ്ക് കൊടുക്കുന്നവന്റെ നെഞ്ചൊരു ഭാഗത്തേക്കും തിരിയുകയില്ല, മുഖം മാത്രമേ തിരിയുകയുള്ളൂ. ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ നെഞ്ഞ് തിരിക്കാതെ ഖിബിലക്ക് തിരിച്ച അതേ തിരിക്കൽ അല്ലാഹുവിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. മഹാനായ സയ്യിദുനാ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ വെച്ച് കൊല ചെയ്യപ്പെടാൻ പോകുന്ന സമയത്ത്
വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർദ് എന്ന് മഹാനവറുകൾ ചൊല്ലിയപ്പോൾ, ഖിബ്ലക്ക് തിരിഞ്ഞു ചൊല്ലിയപ്പോൾ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ അതാ നെഞ്ഞു പിടിച്ച് ഖിബ്ലയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പിടിച്ചു തിരിക്കാൻ അധികാര കസേരയിലിരിക്കുന്ന കക്ഷികൾ ശ്രമിച്ചപ്പോൾ, ആ സമയത്ത് മഹാനവറുകൾ ഐനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്, മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം, എങ്ങോട്ട് തിരിഞ്ഞാലും റബ്ബിന്റെ പൊരുത്തമുണ്ടെന്നർത്ഥം വരുന്ന ആയത്തോതി മനക്കരുത്തോടെ നിന്ന് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ സധൈര്യം ദീന് പ്രഖ്യാപിക്കുകയും ദീനിന്റെ കാര്യങ്ങൾ അതാ അതിൽ നിന്നൊരൽപ്പം പിന്നോട്ട് പോകാതെ നിലനിൽക്കുകയും ചെയ്ത സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ ജീവിക്കുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ആ സ്ഥാനം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകരെ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഖുർആൻ പറഞ്ഞില്ലേ, പൂർവകാലികളായ മഹാന്മാർ അനുഭവിച്ച അനുഭവങ്ങളും ത്യാഗങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിച്ചു പോയോ? ത്യാഗത്തിന് മുതിർന്ന് പ്രവർത്തിക്കണം. നമ്മൾ സ്വീകരിക്കുന്ന ഏത് വിഷയങ്ങളും ഏത് പ്രയാസങ്ങളെയും ഏത് മുൾക്കിരീടങ്ങളെയും നമ്മൾ ഏറ്റവും വലിയ പട്ടുമെത്തയായി കണ്ട് നമ്മിലേക്ക് എറിയാൻ വന്ന കല്ലുകൾ എടുത്ത് ആ കല്ലുകൊണ്ട് നമുക്കെന്ത് പണിയാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും പകരം കല്ലെറിയാതെ നമുക്കെന്ത് അവർക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന വളരെ വിശാലമായ മനസ്സോടെ നമ്മുടെ പ്രവർത്തനം നടത്തുമ്പോൾ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, റബ്ബിന്റെ സഹായം അടുത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു വാഗ്ദത്തം അല്ലാഹു നിർവഹിക്കുമെന്ന നിലയ്ക്ക് സജീവമായ പ്രവർത്തന രംഗത്ത് നിങ്ങൾ മുന്നേറണമെന്ന് എല്ലാ കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ സമ്മേളനം എന്തുകൊണ്ടും വിജയിച്ചു, നമ്മുടെ പ്രവർത്തനം എന്തുകൊണ്ടും വിജയിച്ചു, നമ്മുടെ സംഘടന എന്തുകൊണ്ടും വിജയിച്ചു. എന്നാൽ ഇതിന്റെ പേരിൽ അഹങ്കരിക്കാതെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ ഖുർആൻ പറഞ്ഞില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖാലിദ് സാഹിബിന്റെ കൂടെ, മർഹൂം വെള്ളില ഉസ്താദിന്റെ കൂടെ ഓടി നടന്ന് ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് യൂണിറ്റുകൾ രൂപീകരിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് വലിയ സാഗരം തീർക്കാൻ മാത്രം SSFന്റെ പ്രവർത്തകരുണ്ടായി എങ്കിൽ പൂർവ്വകാലത്തുള്ള പ്രവർത്തകരെ ശ്രീയസിലേക്ക് കയറി ഉന്നതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവസരമുണ്ടായെങ്കിൽ നമ്മൾ ഓർക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞ അല്പവും തന്നെ ആ വിഷയത്തിൽ അഹങ്കാരം നമ്മുടെ മനസ്സിൽ വന്നു പോകാതെ ഹബീബായ നബി തങ്ങളോട് അല്ലാഹു നിർദ്ദേശിച്ച ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സഹായവും വിജയവും വന്നാൽ ആ സമയത്ത് എന്ത് വേണം? വറഅയ്ത الناس يدخلون في دين الله أفواجا, കൂട്ടം കൂട്ടമായി ആയിരങ്ങൾ ഈ നഗരിയിലേക്ക് കടന്നു വന്നതുപോലെ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ആ സമയത്ത് നബിയേ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, നിങ്ങൾ അല്ലാഹുവിനെ പുകഴ്ത്തണം, അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലാഹുവിനോട് മാപ്പിരക്കണം. ഇന്നഹു കാന തവ്വാബാ, അവനിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുന്നവർ
അവരിലേക്ക് അല്ലാഹു ധാരാളമായി മടങ്ങുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെറുപ്പക്കാരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നീ മാപ്പാക്കണം റഹ്മാനേ. വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫാറഖാ അലൈഹി. സ്നേഹം നിനക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ചുകൂടി നിനക്ക് വേണ്ടി സ്നേഹിച്ച് വിട്ടുപിരിയുന്ന ആളുകൾക്ക് നീ പ്രത്യേകം അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം പങ്കിട്ടവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും സഹകാരികളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ.